മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയിൽ കുട്ടികൾക്കുൾപ്പെടെ കഷണ്ടി രോഗം. പരിഹാരം കണ്ടെത്താനുള്ള പരക്കം പാച്ചിലിനിടെ മുടി കൊഴിച്ചിലിന് പിന്നിൽ റേഷൻ ഗോതമ്പാണെന്ന കണ്ടെത്തലിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. ഗോതമ്പിലെ സെലീനിയം എന്ന രാസപദാർത്ഥത്തിന്റെ അളവിലെ അമിത അളവാണ് പ്രശ്നമുണ്ടാക്കിയത്. കഴിഞ്ഞ ഡിസംബർ മുതലാണ് ബുൽഡാന ജില്ലയിലെ 18ഓളം ഗ്രാമങ്ങളിലായി 300ഓളം പേർക്ക് അമിത മുടികൊഴിച്ചിലും കഷണ്ടിയും രൂപപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പുരുഷന്മാർക്ക് മാത്രമല്ല, കോളേജ് പെൺകുട്ടികളും ചെറിയ കുട്ടികളും വരെ ഈ ഒരവസ്ഥയ്ക്ക് ഇരയായി. അമിത മുടികൊഴിച്ചിലിൽ തുടങ്ങിയ പലരും പൂർണ്ണമായും കഷണ്ടിയായി. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ വിഷാംശമാണോ ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്ന് സംശയമുണ്ടായി. പത്മശ്രീ ഡോക്ടർ ഹിമ്മത് റാവു ബവാസ്കറിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ പൊതുവിതരണ സംവിധാനം വഴി വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ ഉയർന്ന സെലേനിയത്തിന്റെ അളവ് കണ്ടെത്തി. സാധാരണ കണ്ടുവരുന്നതിന്റെയും 500 മടങ്ങ് സെലേനിയമാണ് ഈ ഗോതമ്പിൽ നിന്ന് കണ്ടെത്തിയത്. അമിത അളവിലുള്ള ഈ രാസസാന്നിധ്യമാണ് കഷണ്ടിക്ക് കാരണമെന്ന് ഡോക്ടർ പറയുന്നു. ICMR പഠനത്തിലും ഇതേ നിഗമനത്തിലെത്തിയിരുന്നു. വിഷാംശമുള്ള രാസപദാർത്ഥം കൂടിയാണ് സെലേനിയം. ഈ രാസവിഷപദാർത്ഥം അമിത അളവിൽ ശരീരത്തിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ലക്ഷണങ്ങൾ കാണിച്ച് 4 ദിവസത്തിനകം തന്നെ പൂർണ്ണ കഷണ്ടിയാകുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. സാധാരണയായി 1 കിലോ ഗോതമ്പിൽ 1.9 മില്ലിഗ്രാമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ മഹാരാഷ്ട്രയിൽ വിതരണം ചെയ്ത ഗോതമ്പിൽ 14.52 മില്ലിഗ്രാം വരെ സെലേനിയം കണ്ടെത്തി. കഷണ്ടി ബാധിച്ച ആളുകളുടെ രക്തത്തിലും മൂത്രത്തിലും മുടിയിലും നടത്തിയ പഠനത്തിൽ സെലേനിയം 35 മുതൽ 60 മടങ്ങ് വരെ വർദ്ധിച്ചതായി കണ്ടെത്തി. പഞ്ചാബിൽ നിന്നും വരുന്ന ഗോതമ്പിലാണ് ഇത്തരം വിഷാംശം കണ്ടെത്തിയതെന്നും പഠനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.